ഇൻഷാ അള്ളാഹ് മുത്തുനബിയുടെ ഒരു വയസ്സ് അള്ളാഹു നിങ്ങൾക്ക് തരികയാണെങ്കിൽ നിങ്ങൾ മഹ്ദി ഇമാമിനെ കാണും, സംശയിക്കല്ല. ഇൻഷാ അള്ളാഹ് കണ്ടിരിക്കും, ഇത് സംശയിക്കല്ല. ഇത് കടലാസിനപ്പുറത്തുള്ളൊരു വിവരമാണ്. പക്ഷേ അതിനുശേഷം പ്രശ്നങ്ങളുണ്ടോ? എന്താ പ്രശ്നങ്ങൾ എന്നാൽ 7 കൊല്ലം കൊണ്ട് ആര് വരും? ദജ്ജാൽ. 7 കൊല്ലം കൊണ്ട് ദജ്ജാൽ, 7 കൊല്ലം കൊണ്ട് ദജ്ജാൽ. അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു സമൂഹത്തിൽ വെറുതെ ഒഴിവാക്കി കളയുന്നില്ല എല്ലാവരും കാലഘട്ടം. അപ്പൊ ഇന്ന് മുസ്ലിം സമുദായത്തെ സംബന്ധിച്ചിടത്തോളം ഭയങ്കര ഒരു പ്രയാസമുള്ള കാലമാണ്. പക്ഷെ ആ പ്രയാസം വളരെ പെട്ടെന്ന് നീങ്ങാൻ സാധ്യതയുണ്ട് എന്നാണ് എൻ്റെ പ്രതീക്ഷ. പക്ഷെ അതിന് മുമ്പ് മുസ്ലിമീങ്ങൾക്ക് ചില പ്രയാസങ്ങൾ ശക്തമായി വരാനുള്ള സാധ്യതയും ഉണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് തൗഫീഖ് തരികയാണെങ്കിൽ ആ കാലം തന്നെയാണ്. യാതൊരു സംശയവും വേണ്ട, ഒരു സംശയവും വേണ്ട. ഞാൻ കൂട്ടത്തിൽ ഇതിനോട് ബന്ധപ്പെട്ട ഒരു വാക്ക് പറയാണ്. റമദാൻ പ്രഭാഷണത്തിൽ ഒരു ദിവസത്തെ വിഷയം തന്നെ അതാണ്. ഞങ്ങൾ കൂട്ടത്തിൽ പറയാണ്, നിങ്ങളത് വളരെ ശ്രദ്ധിച്ച് മനസ്സിലാക്കണം. ഇതുപോലത്തെ ഒരു കാലമാണ് ഈ വന്നിട്ടുള്ളത്. ഇതൊരു പ്രത്യേക ഇരുട്ടിൻ്റെ കാലമാണ്. ഈ കാലത്ത് അങ്ങനെ ഒരു അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ഒരു പ്രകാശം വരാനുള്ള സാധ്യത മുസ്ലിമീങ്ങൾക്ക് ഉണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകട്ടെ. ഭയങ്കര പ്രതിസന്ധി ഉണ്ടാവും, അതിശക്തമായിട്ട് പ്രതിസന്ധി വർദ്ധിക്കും. അതിശക്തമായ പ്രതിസന്ധി മുസ്ലിമീങ്ങൾ വരും, അതിശക്തമായി വരും. അങ്ങനെ പ്രതിസന്ധികൾ വരുന്നത് ഒരു നിലക്ക് നല്ലതാണ്. എന്തുകൊണ്ടാണ് നല്ലതെന്നറിയോ? സമുദായം ഇന്ന് കള്ള നാണയങ്ങളാൽ ഭരിക്കപ്പെടുകയാണ്. നല്ലതിനെയും ചീത്തയും തിരിച്ചറിയാനുള്ള സാഹചര്യം ഇന്ന് സമുദായത്തിൽ കുറവാണ്. ഞാൻ മനസ്സിലാക്കിയെടുത്തോളം സമുദായത്തിൽ ഭയങ്കര ചേഞ്ച് വരും അടുത്ത്. എന്തൊക്കെ ചെയ്യുന്നതാണ്? യഥാർത്ഥ ആത്മീയതയല്ലാത്തത് മുഴുവനും കടപുഴകി വീഴും അടുത്ത്. വളരെ പെട്ടെന്ന് ബഹളങ്ങൾ അവസാനിക്കും, മുസ്ലിമീങ്ങൾക്കൊരു യൂണിറ്റി വരും. അങ്ങനെയൊക്കെ വരാൻ മുസ്ലിമീങ്ങൾ സാധ്യതയുണ്ട്, വളരെ സാധ്യത അടുത്തിട്ടുണ്ട്. പക്ഷേ അത് ഭയങ്കര പ്രതിസന്ധി. ഒരു സുഖലോലുപതയുടെ സാഹചര്യത്തിൽ തർക്കം അധികരിക്കുക, സുഖത്തിന്റെ സാഹചര്യത്തിലാണ്. സത്യമല്ലേ? വേറെ പണിയൊന്നുമില്ലല്ലോ. 970 ശേഷമാണ് മുസ്ലിമീങ്ങൾ സംഘടനകൾ വർദ്ധിച്ചത്. ഗൾഫുണ്ടായത്. ഗൾഫ് വന്നപ്പോൾ എന്തുണ്ടായെന്നറിയാം? ആർക്കും പോയാൽ അവിടുന്ന് പിരിവിട്ടു, ആർക്കും പോയാൽ പള്ളി ഉണ്ടാക്കാം, ആർക്കും പോയാൽ സംഘടന ഉണ്ടാക്കാം, ആർക്കും പ്രസിഡന്റ് ആകാം, ആർക്കും സെക്രട്ടറി ആകാം. മനസ്സിലാവുന്നത് പറഞ്ഞത്? ഇതിന്റെ പിന്നാലെ മുസ്ലിമീങ്ങൾ പോയി വിഭജിക്കപ്പെട്ടു. എന്നാൽ പ്രതിസന്ധി വന്നാൽ ഉള്ള വിഷയം എന്താണെന്നറിയാം? പ്രതിസന്ധി വന്നാൽ യഥാർത്ഥ ആത്മീയതയെ ജനം തിരിച്ചറിയും. കപട ആത്മീയതകളെല്ലാം അടുത്ത കാലഘട്ടത്തിൽ മുഖം കുത്തി വരും. മുസ്ലിം സംഘടനകളിൽ തന്നെ എൻ്റെ ഒരു വീക്ഷണപ്രകാരം മുസ്ലിം സമുദായത്തിൽ ഒരുപാട് സംഘടനകൾ അടുത്തില്ലാതാവും. ഇതൊക്കെ സത്യമാണ്. നിങ്ങളിത് ഇരുന്ന് കാണും, ഇൻഷാ അള്ളാഹ് മുത്തുനബിയുടെ ഒരു വയസ്സ് അള്ളാഹു നിങ്ങൾക്ക് തരികയാണെങ്കിൽ നിങ്ങൾ മഹ്ദി ഇമാമിനെ കാണും, സംശയിക്കല്ല. ഇൻഷാ അള്ളാഹ് കണ്ടിരിക്കും, ഇത് സംശയിക്കല്ല. ഇത് കടലാസിനപ്പുറത്തുള്ളൊരു വിവരമാണ്. പക്ഷേ അതിനുശേഷം പ്രശ്നങ്ങളുണ്ട്. എന്താ പ്രശ്നങ്ങൾ എന്നാൽ 7 കൊല്ലം കൊണ്ട് ആര് വരും? ദജ്ജാൽ. 7 കൊല്ലം കൊണ്ട് ദജ്ജാൽ, 7 കൊല്ലം കൊണ്ട് ദജ്ജാൽ വരും. മഹ്ദി വന്നാൽ 7 കൊല്ലം കൊണ്ട് മഹ്ദി ജീവിച്ചിരിപ്പുണ്ടെന്ന കാര്യത്തിൽ ഒരു സംശയം വേണ്ട. മഹ്ദി ഭൂമിയിൽ ജീവിച്ചിരിപ്പുണ്ടെന്ന കാര്യത്തിൽ സംശയിക്കണ്ട, യാതൊരു സംശയം വേണ്ട. സംശയിക്കണ്ട. ഈസാ നബിയുടെ വരവിനെ പറ്റി 2 പക്ഷമുണ്ട്, 2 തിരിക്കും ഞാൻ കണ്ടിട്ടുണ്ട്. ഒന്ന്, ഈസാ അലൈഹിസ്സലാത്തു വസ്സലാം 40 കൊല്ലം ഭരണം നടത്തും. ഒരു റിവായത്ത് 7 കൊല്ലം ഭരണം നടത്തും. എങ്ങനെ ഈ വായത്ത് യോജിക്കും? തിരിഞ്ഞില്ല. എങ്ങനെ ഈ 40 7 എങ്ങനെ യോജിപ്പിക്കുകയാണ്? 33-ാമത്തെ വയസ്സിലാണ് ഈസ ഉയർത്തപ്പെട്ടത്. ഇനി 40 ആകാൻ എത്ര ഉണ്ട്? 7 കൊല്ലം. അതായിരിക്കും ഭരണകാലം. അങ്ങനെ അഭിപ്രായമുണ്ട്. അങ്ങനെയുമുണ്ട്. ഈ റിവായത്ത് ഞാൻ കണ്ടിട്ടുണ്ട്. അങ്ങനെ വന്നാൽ ഈ നൂറ്റാണ്ട് എന്നത് അത്ഭുതങ്ങളുടെ നൂറ്റാണ്ടായിരിക്കും. പക്ഷേ മുസ്ലിം സമുദായത്തിൽ ഭയങ്കര പ്രതിസന്ധി ഉണ്ട്.
കിഴക്കും പടിഞ്ഞാറും എല്ലായിടത്തും പ്രതിസന്ധി ഉണ്ടാവും. എല്ലായിടത്തും ഭയാനകമായ പ്രതിസന്ധികളാണ് ഉണ്ടാവുക. ആ പ്രതിസന്ധികളെ പെട്ടെന്നൊന്നും പരിഹരിക്കാനോട്ട് കഴിയുകയില്ല. പിന്നെ ഇരുട്ടിനൊരു സ്വഭാവമുണ്ട്. വെളിച്ചം അടുക്കുമ്പോഴേ ഇരുട്ടിന് കട്ടി വിടുള്ളൂ. അവിടെ പറഞ്ഞല്ലോ അവിടെ പറയുന്നില്ലേ എന്ത്? നീങ്ങിപ്പോയ നക്ഷത്രം തന്നെയാണ് സത്യം, മാഞ്ഞുപോയ നക്ഷത്രം തന്നെയാണ് സത്യം. സുബഹി വരാനുണ്ട് എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താ? നീങ്ങിപ്പോയ നക്ഷത്രം തന്നെയാണ് സത്യം, മറഞ്ഞുപോയ നക്ഷത്രം തന്നെയാണ് സത്യം എന്ന് പറഞ്ഞാൽ അപ്പൊ എന്താ ഉള്ളത്? കൂരകുരുട്ട്. രാത്രിക്ക് സ്വാഭാവികമായി എന്തുണ്ടാവും? വെളിച്ചുണ്ടാവില്ല. നക്ഷത്രത്തിന് വെളിച്ചുണ്ടാവില്ലേ? ഇവിടെ പല ജവാരിൽ കുന്നസ്, മാഞ്ഞുപോയ നക്ഷത്രം, നീങ്ങിപ്പോയ നക്ഷത്രം. അപ്പോൾ എന്തായി? കൂരകുരുട്ട്. പിന്നെ പറയുന്നത് എന്താണെന്നറിയോ? ശ്വാസം വിട്ട് ഇങ്ങനെ മെല്ലെ മെല്ലെ സുബഹി വരുന്ന. അതായത് കൂരി ഇരുട്ടുണ്ടാകുന്നത് എപ്പോഴാണ്? കൂരി ഇരുട്ടുണ്ടാവില്ല എപ്പോഴാ? കുട്ടി എപ്പോഴാ? സുബഹ് വരാനാവുന്ന നേരത്ത് നക്ഷത്രങ്ങൾ തെളിഞ്ഞു നിന്നു. രാത്രിയാണ്, നക്ഷത്രങ്ങളും ഉണ്ട് എങ്കിൽ സുബഹയെ പ്രതീക്ഷിക്കണ്ട. നേരെ പക്ഷെ അവസാന ഘട്ടത്തിൽ എന്ത് പോവും? നക്ഷത്രം കൂരിട്ട്. ഈ കൂരിട്ടിന്റെ ശേഷമാണ് എന്ത് കയറി വരിക? സുബഹ്. ഇതൊക്കെ വളരെ നമ്മൾ ചിന്തിക്കണം. ഇതൊക്കെ ഓരോ ബിഷാറാത്തുകളാണ്. ഈ ബിഷാറത്തുകൾ എവിടെയുണ്ടാവും? അതിന്റെ ഖബർ അറിയുന്ന ആളുകൾക്ക് അറിയും. എല്ലാവർക്കും അറിയില്ലല്ലോ. എല്ലാവർക്കും അറിയൂല്ല. അറിയണമെന്ന് പറയാൻ പാടില്ല. ഇപ്പൊ എനിക്ക് ഈ വിഷയത്തിൽ അറിയുന്ന വേറെയും രഹസ്യങ്ങളുണ്ട്, നിങ്ങളോട് പറയാൻ പറ്റില്ല. എനിക്ക് ഈ വിഷയത്തിൽ അറിയുന്ന വേറെയും രഹസ്യങ്ങൾ ഉണ്ട് എന്ന് ഞങ്ങളോട് പറയാണ്. രഹസ്യങ്ങൾ ഉണ്ടെന്ന് എന്ന് ഞാൻ പറയുന്നത് എന്തിനാണെന്നറിയോ? രഹസ്യങ്ങൾ ഉള്ളത് കൊണ്ടാണ് ഞാൻ ചില കാര്യങ്ങൾ നിങ്ങളോട് പറയുന്നത്. അത് എന്നോട് പറയാൻ പറ്റില്ല. എന്തുകൊണ്ട്? ചില കാര്യങ്ങൾ അനുഭവിച്ചറിയും. എന്താ പറയാത്തതിന് കാരണമുണ്ട്. കൃത്യമായും തെളിവില്ലാത്ത കാര്യം പറയാൻ പറ്റില്ല. ചില കാര്യത്തിന് ചില സമയത്തെ തെളിവ് ലഭിക്കൂ, പക്ഷെ നമുക്കതേ കുറിച്ച് ധാരണ ഉണ്ടാവും. മനസ്സിലാവുന്ന പറഞ്ഞത് ഇതന്നെ. അള്ളാഹു കൂരിരുട്ടിൽ വളരെ കൂടുതലൊന്നും ഒരു ജനതയെ ഉപേക്ഷിക്കൂല.